എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പറയുന്നത് കോട്ടയം ജില്ലയിലെ രാമപുരത്തുള്ള നാലമ്പല ക്ഷേത്രത്തിലാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം അത്രത്തോളം പുണ്യമാണെന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു കോട്ടയം ജില്ലയിലെ നാലമ്പലങ്ങളിലേക്ക്. അപ്പോൾ കേരളത്തിലെ തന്നെ പ്രസിദ്ധമായ രാമായണ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പലം എന്ന് പറയുന്നത്. ശ്രീരാമൻ, ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നീ 4 സഹോദരന്മാർക്കായി സമർപ്പിച്ചിരിക്കുന്ന 4 ക്ഷേത്രങ്ങളാണ് രാമപുരം നാലമ്പലത്തിൽ ഉൾപ്പെടുന്നത്. കർക്കിടക മാസത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ നടത്തുന്ന നാലമ്പല ദർശനം എന്ന് പറയുന്നത് ഏറെ പ്രസിദ്ധമാണ്. ഭക്തർ ഒരേ ദിവസം 4 ക്ഷേത്രങ്ങളിലും ദർശനം നടത്തി അനുഗ്രഹം നേടുന്നു. രാമപുരം നാലമ്പലത്തിലെ 4 ക്ഷേത്രങ്ങളാണ് രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കുടപ്പുലം ലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനക്കര ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം. അതിലാദ്യം രാമനെ കാണുക എന്നാണ്. നാലമ്പല ദർശനത്തിൻ്റെ തുടക്കം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ്. ഇവിടെ ശ്രീരാമനെയാണ് പ്രധാനമായും ആരാധിക്കുന്നത്. രാമായണത്തിലെ ധർമ്മത്തിൻ്റെയും സത്യത്തിൻ്റെയും പ്രതീകമായാണ് നമ്മൾ ശ്രീരാമനെ കാണുന്നത് തന്നെ. നാലമ്പല ദർശനത്തിന് എത്തുന്ന ഭക്തർ ആദ്യം ശ്രീരാമനെ ദർശിച്ച് അനുഗ്രഹം തേടുന്നു. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നാണ് അമ്പും വില്ലും സമർപ്പണം. ശ്രീരാമൻ്റെ ആയുധങ്ങളായ അമ്പിനെയും വില്ലിനെയും ഓർമ്മിപ്പിക്കുന്ന ഈ വഴിപാട് ഭക്തിയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ശ്രീരാമപുരം ക്ഷേത്രത്തിലെ ദർശനത്തിന് ശേഷം ഭക്തർ അടുത്ത ക്ഷേത്രമായ കുടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. നാലമ്പല ദർശനത്തിലെ രണ്ടാമത്തെ ക്ഷേത്രമാണ് കുടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം. ശ്രീരാമൻ്റെ സഹോദരനും വിശ്വസ്തനുമായ അനുയായിയായ ശ്രീലക്ഷ്മണനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. രാമദർശനത്തിന് ശേഷം ഭക്തർ കുടപ്പുലം ശ്രീക്ഷേത്രത്തിലെത്തി ശ്രീലക്ഷ്മണസ്വാമിയെ ദർശിക്കുന്നു. സഹോദര സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മാതൃകയായാണ് ലക്ഷ്മണനെ രാമായണത്തിൽ കാണുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ചതുർബാഹു സമർപ്പണം അതാണ്. ഭക്തർ തങ്ങളുടെ പ്രാർത്ഥനകളും വഴിപാടുകളും സമർപ്പിച്ച് ക്ഷേത്ര ദർശനം നടത്തുന്നു. അമനക്കര ഭരതസ്വാമി ക്ഷേത്രം നാലമ്പല ദർശനത്തിലെ 3ാമത്തെ ക്ഷേത്രമാണ് അമനക്കര ഭരതസ്വാമി ക്ഷേത്രം. ശ്രീരാമൻ്റെ സഹോദരനായ ഭരതനാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠ. രാമായണത്തിൽ സഹോദര സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും ഉത്തമ മാതൃകയായി ഭരതനെ കാണുന്നു. ശ്രീരാമനോടുള്ള ഭരതൻ്റെ സ്നേഹവും ആദരവും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പ്രധാന പ്രത്യേകതകളാണ്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിൽ ശംഖുപൂജയും ശംഖ് സമർപ്പണവും ഉൾപ്പെടുന്നു. ഭക്തർ ശംഖുപൂജ നടത്തി തങ്ങളുടെ പ്രാർത്ഥനകൾ സമർപ്പിക്കുന്നു. ഭരതസ്വാമിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തരാണ് ഇവിടെ എത്തുന്നത്. അടുത്തതായിട്ടുള്ള ക്ഷേത്രം മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രമാണ്. നാലമ്പല ദർശനത്തിലെ 4ാമത്തെയും അവസാനത്തെയും ക്ഷേത്രമാണ് മേതിരി ശത്രുഘ്ന സ്വാമി ക്ഷേത്രം. ശ്രീരാമൻ്റെ ഇളയ സഹോദരനായ ശത്രുഘ്നനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. രാമായണത്തിലെ 4 സഹോദരന്മാരിൽ ഒരാളായ ശത്രുഘ്നൻ്റെ ക്ഷേത്ര ദർശനവും നാലമ്പല യാത്രയിലെ പ്രധാന ഭാഗമാണ്. ഇവിടെ ദർശനം പൂർത്തിയാക്കിയ ശേഷം ഭക്തർ വീണ്ടും രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലെത്തുന്നു. ഇതോടെയാണ് നാലമ്പല ദർശനം പൂർണ്ണമാകുന്നത്. ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി ശ്രീചക്ര സമർപ്പണം നടത്തപ്പെടുന്നു. ഭക്തർ ശ്രീചക്രം സമർപ്പിച്ച് പ്രാർത്ഥനകൾ നടത്തുന്നു. രാമപുരം നാലമ്പല ദർശനത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 4 സഹോദരന്മാർക്കായി സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രങ്ങൾ ഒരേ ദിവസം സന്ദർശിക്കുന്നതാണ്. ആദ്യം രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുടർന്ന് കുടപ്പുലം, അമനക്കര, മേതിരി എന്നീ ക്ഷേത്രങ്ങളിലേക്ക് പോകുന്നു. അവസാനം വീണ്ടും രാമപുരം ക്ഷേത്രത്തിലെത്തുന്നതോടുകൂടി ദർശനചക്രം പൂർത്തിയാകുന്നു. കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിന് പ്രത്യേക പ്രാധാന്യം ലഭിക്കുന്നത് രാമായണ പാരായണവും ക്ഷേത്ര ദർശനവും ഭക്തരുടെ ആത്മീയ ജീവിതത്തിൽ പ്രധാന സ്ഥാനമാണ് വഹിക്കുന്നത്. കുടുംബസമേതം നാലമ്പല ദർശനം നടത്തുന്നത് കേരളത്തിലെ ഒരു പ്രധാന ആത്മീയ പാരമ്പര്യമായി കണക്കാക്കപ്പെടുന്നു. കോട്ടയം ജില്ലയിലെ രാമപുരം നാലമ്പലം കേരളത്തിൻ്റെ ക്ഷേത്ര പാരമ്പര്യത്തിൻ്റെയും രാമായണ സംസ്കാരത്തിൻ്റെയും മനോഹര പ്രതീകമാണ്. രാമപുരം ശ്രീരാമസ്വാമി ക്ഷേത്രം, കുടപ്പുലം ശ്രീലക്ഷ്മണസ്വാമി ക്ഷേത്രം, അമനക്കര ഭരതസ്വാമി ക്ഷേത്രം, മേതിരി ശത്രുഘ്നസ്വാമി ക്ഷേത്രം എന്നീ 4 ക്ഷേത്രങ്ങളും ചേർന്നതാണ് ഈ നാലമ്പലം.
4 സഹോദരന്മാരുടെയും സ്നേഹം, ധർമ്മം, ത്യാഗം, വിശ്വാസം എന്നിവയുടെ സന്ദേശം പകരുന്ന ഈ ക്ഷേത്രങ്ങൾ ഭക്തർക്കും ചരിത്ര സാംസ്കാരിക പൈതൃകത്തെ അറിയാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ പ്രാധാന്യമുള്ളവയാണ്. അപ്പോൾ അങ്ങനെ 4 ക്ഷേത്രങ്ങളിലെയും തൊഴുത് ഞങ്ങൾ വീട്ടിലേക്ക് തിരിച്ച് യാത്രയാവുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്കും കമൻറ്റും ചെയ്യുക. താങ്ക്